നമസ്കാരം. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും എന്നതാണ് വാസ്തവം. അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന ചില ശുഭകരമായ വാർത്തകൾ ഉണ്ടാകാം, ചില ശുഭകരമായ കാര്യങ്ങൾ ഉണ്ടാകാം. ഇത് എന്തെല്ലാമാണ് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക എന്നത് പലർക്കും പ്രയാസകരമേറിയ കാര്യമാകുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ വന്നു ചേരാൻ പോകുന്ന ചില ശുഭകരമായ വാർത്തകളെക്കുറിച്ച് മുൻകൂട്ടി തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത്തരത്തിലൊരു തൊടുകുറിയാണ് ഇത്. നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ ശുഭവാർത്തകൾ ഏതെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക എന്ന കാര്യമാണ്. അതിൽ ആദ്യത്തെ ചിത്രം മുക്കുറ്റിയാണ്, രണ്ടാമത്തേത് തുമ്പയാണ്. ഈ വിശേഷപ്പെട്ട അതീവ ശുഭകരമായ പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ ദിവ്യ പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുവാൻ ഏവരും ശ്രമിക്കുക. ഏവരും 2 പുഷ്പങ്ങളിൽ ഒരു പുഷ്പം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ മുക്കുറ്റിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാണ്. ദശപുഷ്പങ്ങളിൽ ഒന്നാണ് മുക്കുറ്റി എന്ന് ഏവർക്കും അറിയാം. അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്നതായ ഒരു പുഷ്പം കൂടിയാണ് മുക്കുറ്റി. അതിനാൽ തന്നെ മുക്കുറ്റി തിരഞ്ഞെടുത്തവരുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കാനായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. അതിൽ ഏതെങ്കിലും ഒരു ആഗ്രഹം നടക്കുവാനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് എന്ന് തന്നെ പറയാം. അതിനാൽ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് എങ്കിൽ അത് നടക്കുവാൻ സാധ്യത ഈ സമയം അല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിക്കുന്നതാകുന്നു. തന്മൂലം ജീവിതത്തിലേക്ക് സന്തോഷം പോലും കടന്നു വരാം. ഈശ്വര കടാക്ഷം അഥവാ ഈശ്വരാനുഗ്രഹം വളരെയധികം വർദ്ധിച്ചിരിക്കുന്ന വ്യക്തികളാണ് എന്ന് നിസ്സംശയം പറയാം. ഈശ്വരാനുഗ്രഹം നിങ്ങളിലുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈശ്വര കടാക്ഷത്താൽ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ വ്യക്തികളാണ് നിങ്ങൾ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഗണപതി ഭഗവാന് മുക്കുറ്റി സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നത് ഉത്തമമാണ്. ഭഗവാന്റെ കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാലാണ് ഈ തടസ്സങ്ങൾ വഴിമാറുവാനായി ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും എന്ന കാര്യം ഓർക്കുക. അതിനാൽ തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ, ഗണപതി ക്ഷേത്രത്തിൽ മുക്കുറ്റി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യം ഓർക്കുക. ശാരീരികമായും മാനസികമായും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ആ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയണം എന്ന് വളരെയധികം ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരുമാണ് നിങ്ങൾ. എന്നാൽ ജീവിതത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിയും. ശാരീരികമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുകയും വളരെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ആരോഗ്യം, അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് ഒഴിവാക്കി അല്ലെങ്കിൽ തരണം ചെയ്ത് ആരോഗ്യപരമായ നേട്ടങ്ങൾ, ഉയർച്ച സ്വന്തമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനിവാര്യമായ ഒരു ഘടകമുണ്ട്. അത് ഉണർവാകുന്നു. ഉണർവോടെ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഉണർവോടെ പ്രവർത്തിക്കുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഊർജം,
വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക. ഊർജം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ കൊണ്ടുവരും എന്ന കാര്യം ഓർക്കുക. വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ സമയം ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം, പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. അതുമായി ബന്ധപ്പെട്ട് അത് പിരിയലിലേക്ക് എത്താൻ സാധ്യത കൂടുതലാണ്. അത്തരത്തിൽ സംഭവിച്ച് പോയിട്ടുള്ളവരാണ് നിങ്ങൾ എങ്കിൽ വീണ്ടും തമ്മിൽ അടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സൗഖ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ബന്ധുവിനാൽ സൗഖ്യം വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടാകാം. എന്നാൽ അത്തരത്തിലൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന കാര്യം നിസ്സംശയം പറയാം. ശത്രുക്കൾ അഥവാ ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ കുറച്ചു കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈശ്വര കടാക്ഷം കൂടി നിങ്ങൾക്കുള്ളതിനാൽ അതിന് സാധിക്കുന്നതായ അവസരമാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉത്തമമായ ഫലങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക. നേട്ടങ്ങൾ സ്വന്തമാക്കുക തന്നെ ചെയ്യും. കൂടാതെ വിട്ടുവീഴ്ചകൾ പല കാര്യങ്ങളിലും ചെയ്യേണ്ടതായ അവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരാം. അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടെ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. കൂടാതെ പല രീതിയിലുള്ള കാര്യങ്ങളിൽ, അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. വിവാഹ ജീവിതത്തിൽ സൗഖ്യം വന്ന് ചേരുന്നതായ സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യം എന്ന് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മാതാപിതാക്കളുടെ പ്രീതി സമ്പാദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് വളരെ ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, ചില പ്രവൃത്തികൾ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. രണ്ടാമത്തെ പുഷ്പമായ തുമ്പയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വിനയത്തിൻ്റെ പ്രതീകമാണ് നിങ്ങൾ. ഏവരോടും വിനയത്തോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നവരാണ് നിങ്ങൾ എന്ന് നിസ്സംശയം പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ മഹാഭാഗ്യം തന്നെ തേടിയെത്തുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ചില തീരുമാനങ്ങളാകാം, ചില അവസരങ്ങളാകാം. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം. ഇത്തരം കാര്യങ്ങൾ സൂക്ഷ്മതയോടെ തന്നെ കൈകാര്യം ചെയ്യണം, ശ്രദ്ധയോടെ തന്നെ വീക്ഷിക്കണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ഈശ്വര കടാക്ഷമുള്ള നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരാം. ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല ദുരിതങ്ങളും കഷ്ടതകളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ പോലും സംഭവിക്കാം എന്ന കാര്യവും ഓർത്തിരിക്കുക. ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരാം. ശാന്തി, സമാധാനം എന്നിവ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്. ആ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തലവേദനകളുണ്ട്. അത്തരം കാര്യങ്ങൾ വഴിമാറ്റുവാൻ സഹായകരമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. അത്തരം തലവേദനകൾ തീർച്ചയായും നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. വലിയ രീതിയിലുള്ള പ്രതീക്ഷകൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് വന്നു ചേരാം, അഥവാ നിങ്ങളിലുണ്ട് എന്ന് തന്നെ പറയാം. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ
വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിച്ചതായ കാര്യം, ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നതായ കാര്യം ഉടനെ നടക്കുവാനുള്ള അവസരങ്ങൾ തെളിയും. വളരെ കാലമായി ആഗ്രഹിക്കുന്ന അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പറയാം. വളരെ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചില വിഷമതകളുണ്ട്, ചില വിഷമങ്ങളുണ്ട്. അത്തരം വിഷമങ്ങൾ മാറുവാൻ സഹായകരമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. നഷ്ടപ്പെട്ടതായ പല കാര്യങ്ങളും തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ സന്തോഷം നൽകുകയും ചെയ്യും. അതിനാൽ നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അത് വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ധനലാഭം, ധനപരമായ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ചില അർഹതപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ അവസരം എന്ന് തന്നെ പറയാം. ഏതൊരു കാര്യം ചെയ്യുകയാണ് എങ്കിലും ആ കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ സമയം, അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നല്ല സമയം തന്നെ പിറക്കും എന്ന് തന്നെ പറയാം. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായ കാര്യങ്ങളാകാം. ഒറ്റപ്പെടലിൻ്റെ സങ്കടങ്ങൾ, വിഷമങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. ഒറ്റപ്പെടൽ തന്നെ ജീവിതത്തിൽ നിന്നും അകലും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. പങ്കാളിയുമായി ബന്ധപ്പെട്ട് സൗഖ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിലേക്ക് സന്തോഷകരമായ അത്തരം നിമിഷങ്ങൾ കടന്നു വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആരോഗ്യപരമായി വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ ദോഷം നൽകും. അതിനാൽ ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വീക്ഷിച്ച് മുന്നോട്ട് പോവുക. വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാണ്. കാരണം ജീവിതത്തിൽ കഠിനാധ്വാനം ചെയ്ത് വിജയം നേടുവാൻ അഥവാ കരസ്ഥമാക്കുവാൻ സാധിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. തീർച്ചയായും ഇഷ്ടദേവതയെ ആരാധിച്ച് നിത്യവും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും.